അനീഷ്, നമ്മൾ അദ്ദേഹത്തെയൊക്കെ നമ്മുടെ വിദ്യാലയത്തിലും പല വട്ടം ഇവിടെ വന്നിട്ടുണ്ട്, നമുക്കൊക്കെ പരിചയമുണ്ട്. നാടൻ പാട്ട് അതിലൂടെയാണ് ആദ്യം അദ്ദേഹത്തെ കൂടുതൽ അറിയപ്പെട്ടത് എങ്കിൽ കവിയായിട്ടും വിവിധ സംഗീത വാദ്യ കലാകാരനായിട്ടും അതിനുപരി നല്ലൊരു നടനായിട്ടും എല്ലാം നമുക്ക് സുപരിചിതനാണ് ശ്രീ അനീഷ് മണ്ണാർക്കാട്. അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഇന്നത്തെ ഈ വാർഷിക ആഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്യാൻ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് പ്രസിദ്ധ ഫോക്ലോറിസ്റ്റും കേന്ദ്ര സർക്കാർ ജൂനിയർ റിസർച്ച് ഫെലോഷിപ്പ് ജേതാവുമായ ശ്രീ അനീഷ് മണ്ണാർക്കാടാണ്. കഴിഞ്ഞ 15 വർഷത്തിൽ കൂടുതലായി നാടൻ കലാരംഗത്ത് ഗായകൻ, കലാപ്രവർത്തകൻ, വിദ്യാർത്ഥി, ഗവേഷകൻ, പരിശീലകൻ, പ്രചാരകൻ എന്നീ മേഖലകളിൽ സജീവമാണ്. ഈ ബഹുമുഖ പ്രതിഭയെ ആദരിക്കുന്നതിനു വേണ്ടി വിദ്യാലയ സെക്രട്ടറി ശ്രീ സജിയേട്ടനെയും ആദരവ് ഏറ്റുവാങ്ങുന്നതിനും ഉദ്ഘാടന ഭാഷണത്തിനുമായി അനീഷിനെയും സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. എല്ലാ അർത്ഥത്തിലും സരസ്വതി ക്ഷേത്രത്തിൻ്റെ പ്രകാശം ഓരോ തലമുറയിലേക്കും പകരുന്ന ലക്ഷ്മി നാരായണ പ്ലാപ്പറ്റ സരസ്വതി വിദ്യാമന്ദിരത്തിൻ്റെ ഒരു പ്രൗഢഗംഭീരമായിട്ടുള്ള ഒരു അരങ്ങിൽ നിങ്ങളോടൊപ്പം നിൽക്കുമ്പോൾ ഇതിനു മുൻപും ഈ സരസ്വതി ക്ഷേത്രത്തിലെ നിരവധി സന്ദർഭങ്ങളിൽ ഒന്നിച്ചു ചേരാനും ഗുരുനാഥന്മാർ എനിക്ക് ഏകിയ ഭിക്ഷയിൽ നിന്ന് കൂട്ടുകാർക്ക് പകരുവാനായി ധാരാളം അവസരങ്ങൾ എത്തിയിട്ടുണ്ട്. ഞാൻ മനസ്സിലാക്കുന്നത് ഈ ചടങ്ങിൻ്റെ ഉദ്ഘാടനം ദീപപ്രോജ്വലനത്തോടു കൂടി വേദിയിലുള്ള സമാരാധ്യരായിട്ടുള്ള ഗുരുസ്ഥാനീയരുടെ സാന്നിധ്യത്തിൽ നടന്നു കഴിഞ്ഞു. വൈകിയായാലും ഇവിടെ എത്തണം എന്ന് ചേച്ചി പറഞ്ഞപ്പോൾ ഏറെ സന്തോഷമാണ് തോന്നിയത്. കാരണം ഇന്ന് എൻ്റെ ഒരു പരീക്ഷ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പരീക്ഷയാണ്. അത്തരമൊരു പരീക്ഷയ്ക്ക് ഈ ഇവിടെ തീയതി നിശ്ചയിച്ചതിന് ശേഷമാണ് സർക്കാരിൻ്റെ ഉത്തരവ് വരുന്നത്. എന്നാൽ ഒട്ടും വിഷമമില്ല, എത്ര വൈകിയായാലും ഇവിടെ എത്തണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ വിദ്യാലയത്തിൻ്റെ മുഴുവൻ ആളുകളും എന്നോട് സ്നേഹം പ്രകടിപ്പിച്ചത്. അവരോട് ഈ വൈകിയ വേളയിലും എനിക്കിവിടെ എത്താൻ കഴിഞ്ഞത് അവരുടെ മനസ്സുകൊണ്ട് മാത്രമാണ് എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ഇവിടെ ഉദ്ഘാടന സമ്മേളനത്തിൽ എനിക്ക് മുൻപേ ധാരാളം ആളുകൾ നിങ്ങളോട് സംസാരിച്ചിട്ടുണ്ടാവും, ഇനിയും സംസാരിക്കാനുണ്ട്. പക്ഷേ കുറേ പേർ സംസാരങ്ങൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. കുറേ പേർക്ക് സംസാരങ്ങൾ കൂടിയാൽ പ്രശ്നമാണ്. അപ്പം സംസാരം കൂടരുത് എന്ന് എപ്പോഴും നമ്മൾ പറയാറുണ്ട്, അത് വീട്ടിലായാലും നാട്ടിലായാലും അല്ലേ. അതുകൊണ്ട് ഈശ്വരൻ നമുക്ക് 2 ചെവിയും 2 മൂക്കിൻ്റെ ദ്വാരമൊക്കെ തന്നെങ്കിൽ ഒരു വായയും ഒരു നാവും മാത്രമാണ് തന്നതെങ്കിൽ കുറച്ച് മാത്രം പറയുക, കൂടുതൽ കേൾക്കുക. ആ കേട്ടത് 12 ഇഞ്ച് വ്യത്യാസത്തിലുള്ള ഈ നാവിൻ്റെ അപ്പുറത്ത് കിടക്കുന്ന നമ്മുടെ ബുദ്ധി എന്ന മനോഹരമായ മനുഷ്യനെ മനുഷ്യനാക്കുന്ന ആ ചിന്തയോടുകൂടി സംസാരിച്ച് ഈ അരങ്ങിൽ നിങ്ങളോടൊപ്പം കൂടുതൽ വാക്കെറിഞ്ഞ് പൊരുതാൻ ഞാൻ ഒരുങ്ങുന്നില്ല. മറിച്ച് ചില പാട്ടുകൾ കൂടി പാടി ഈ മനോഹരമായ സന്ധ്യയിൽ കൂട്ടുകാരുടെ ധാരാളം പരിപാടികൾ ഉണ്ടാകും. അതിനെല്ലാം ഒരു തുടക്കമായി ഈ എളിയ കലാഉപാസകൻ്റെ, കാളിദാസൻ്റെ, സാക്ഷാൽ സരസ്വതീ ദേവിയുടെ എളിയ ദാസനായിട്ടുള്ള ഞാൻ ശ്രമിക്കുകയാണ്. എല്ലാവരോടും ഹൃദയത്തെ ചേർത്ത് വെച്ച നല്ല നമസ്കാരം. ഈ 32ാമത് ആനുവൽ ഡേ ആഘോഷിക്കുന്ന ലക്ഷ്മി നാരായണ പ്ലാപ്പറ്റ സരസ്വതി വിദ്യാമന്ദിരത്തിന് എല്ലാവിധ മംഗളങ്ങളും, ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും ഞാൻ അർപ്പിക്കുകയാണ്.
ഇനിയും ഇനിയും ഉത്തരോത്തരം ഈ മനോഹരമായ വിദ്യാമന്ദിരത്തിൻ്റെ തിരുമുറ്റത്ത് വിദ്യയാചിച്ചെത്തുന്ന മുഴുവൻ കൂട്ടുകാരും നാടിൻ്റെ പുരോഗതിക്കും ദേശീയതയ്ക്കും ഏറ്റവും ഉയർന്ന തലത്തിൽ തന്നെ മാനമായി ജീവിക്കാനുള്ള ഒരു ശക്തിയായി മാറട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ്. നാം കുറച്ച് ദിവസങ്ങളായി വലിയ പ്രയാസങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. ആതുര ആലയങ്ങളിലേക്ക് വരുന്ന ഓരോ മനുഷ്യനും ഈശ്വരസ്ഥാനീയരായി കാണുന്ന മനുഷ്യരാണ്. ഡോക്ടർ ഉൾപ്പെടെയുള്ള നഴ്സിംഗ് പോലെയുള്ള എല്ലാ കാര്യങ്ങളെയും പഠിച്ച് നമ്മുടെ ആരോഗ്യവും നമ്മുടെ ശരീരവും കൊണ്ട് പരീക്ഷണങ്ങൾ നടത്തുന്നവർ. അവിടെ തൻ്റെ ജൂനിയറായി പഠിക്കുന്ന ഒരു കൂട്ടുകാരൻ്റെ ശരീരത്തിൽ ആഴത്തിൽ മുറിവേൽപ്പിച്ച് ആ മുറിവിലേക്ക് ലോഷൻ ഒഴിച്ച് ആനന്ദിക്കുന്ന ഒരു പുതിയ സമൂഹത്തെയാണ് നമ്മൾ കാണുന്നത്. എന്തുകൊണ്ടാണ് സമൂഹം ഇങ്ങനെയായി മാറുന്നത് എന്നതിന് വലിയ ഒരു സംസ്കാരത്തിൽ നിന്ന് നമ്മൾ അന്യം നിന്ന് പോകുന്നത് കൊണ്ടാണ് എന്ന് നമ്മൾ ധരിക്കേണ്ടതുണ്ട്. ഭാരതം ഇന്ന് ഏറ്റവും അത്യുന്നതയിലേക്ക് നീങ്ങുകയാണ്. നമുക്കറിയാം, മഹാകുംഭമേള ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഭാരതത്തിൽ നടക്കുമ്പോൾ ഭാരതത്തിൻ്റെ പൈതൃകത്തിൽ നിന്ന് നമ്മുടെ തലമുറ അകന്നു പോകുമ്പോഴാണ് സരസ്വതി വിദ്യാനികേതൻ പോലെയുള്ള നമ്മുടെ ഭാരതീയ സനാതനധർമ്മങ്ങളെയും മൂല്യങ്ങളെയും ഭാരതീയ ദർശനത്തെയും ഒക്കെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഏതൊരു തരത്തിലുള്ള വിദ്യയും സ്വായത്തമാക്കാൻ പുതിയ തലമുറയെ പ്രാപ്തമാക്കുന്ന നമ്മുടെ വിദ്യാനികേതൻ്റെ പ്രവർത്തനങ്ങൾ അത് ഏറ്റവും മഹത്തരമാണ്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരം വിദ്യാനികേതൻ്റെ വിദ്യാലയങ്ങൾ ധാരാളം നമുക്ക് അനിവാര്യമാണ്. അതിനാൽ തന്നെയാണ് ഈ മഹാക്ഷേത്രത്തിന്, ഈ മഹാസരസ്വതി ക്ഷേത്രത്തിന് ഇത്തരമൊരു വാർഷികാഘോഷം സംഘടിപ്പിക്കുമ്പോൾ അത് പൊതുസമൂഹത്തോട് ചില മൂല്യങ്ങൾ, ചില മാനങ്ങൾ വിളിച്ചു പറയാനുണ്ട് എന്ന് ഞാൻ ഓർമ്മപ്പെടുത്തിയത്. ഹിന്ദു ഞാൻ ജഗദേക ഗുരുവ വിശ്വവൈഭവമേറ്റിയോ ഞാൻ എന്നിലുണ്ടഭിമാനമതുലം ദാസ്യമെന്തിനു തേടണം ഞാൻ. ഭാരതം മഹാഗുരുവായി ലോകത്തിന് മുമ്പിൽ നിൽക്കുമ്പോൾ ഈ ലോകത്തിൻ്റെ ഗുരുവായി മാറേണ്ടുന്ന നമ്മുടെ സംസ്കാരം ഇന്ന് നമുക്ക് അന്യമാകുന്നു. എല്ലാ പുതുമകളെയും ഉൾക്കൊള്ളുകയും ചേർത്ത് പിടിക്കുകയും ചെയ്യുമ്പോഴും നമ്മുടെ മൂല്യങ്ങളെ ചേർത്ത് പിടിച്ചുകൊണ്ട് മുന്നോട്ട് നടക്കാം. ഭാരതത്തിൻ്റെ നവവിധ ഭക്തി എന്ന ഏറ്റവും ബൃഹത്തായിട്ടുള്ള പദ്ധതി നമ്മുടെ പൂർവ്വസൂരികൾ നമുക്ക് സമ്മാനിച്ചിട്ടുണ്ട്. ശ്രവണം, കീർത്തനം, സ്മരണം തുടങ്ങിയ ഈ 9 നവവിധ ഭക്തികളിൽ ഏറ്റവും പ്രധാനമാണ് ശ്രവണവും കീർത്തനവും. എല്ലാം ആ പരംപൂജ്യമായിട്ടുള്ള പരമ്പരയിലുള്ള സമർപ്പണമാണ്. സ്മരണയുണ്ടാവുക എന്നുള്ളത് പ്രധാനമാണ്. നമ്മുടെ ജീവിതത്തിലുടനീളം നമ്മളെ കൈപിടിച്ചുയർത്തിയ, നമ്മളെ കൈപിടിച്ചു നടത്തിയ ഓരോ ഗുരുവിനെയും മറക്കാതെ നമുക്ക് മുൻപോട്ട് നടക്കാം. ആ സ്മരണയുണ്ടായാൽ നമ്മുടെ ജീവിതത്തിൽ എല്ലാം പ്രകാശപൂരിതമാകും, അതിൽ സന്ദേഹമില്ല. പക്ഷേ മറന്നു തുടങ്ങുന്നിടത്ത് നമുക്ക് കൊഴിഞ്ഞു പോകുന്നവയെക്കുറിച്ച് നമുക്ക് അളക്കാൻ കഴിയില്ല. എന്തായാലും ഈ മനോഹരമായ സായം സന്ധ്യയിൽ നിങ്ങളോടൊപ്പം കൂടാൻ കഴിഞ്ഞതിലുള്ള സ്നേഹം ഒരിക്കൽ കൂടി അറിയിച്ചുകൊണ്ട് നിങ്ങളോടൊപ്പം ചേരുന്ന എല്ലാ നിമിഷവും മംഗളകരമാണ് എന്നോർത്തുകൊണ്ട് ഈ വിദ്യാക്ഷേത്രത്തിലെ മുഴുവൻ ഗുരുക്കന്മാരെയും അവരുടെ എല്ലാ സമർപ്പണവും നമ്മുടെ കുരുന്നുകൾക്കുള്ള വഴികാട്ടലുകളാണ്. അതുകൊണ്ട് തന്നെ ഒരു വിദ്യാലയങ്ങളിലും നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന നന്മയുടെയും പെരുകിക്കൊണ്ടിരിക്കുന്ന ക്രൂരതയുടെയും മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും ലഹരിയുടെയും ഒക്കെ ആഴങ്ങളിലേക്ക് നമ്മുടെ കുഞ്ഞുങ്ങളെ തള്ളിയിടാതെ അവർക്ക് ഭാരതീയമായ ദർശനങ്ങളെ സമ്മാനിച്ചുകൊണ്ട് നമ്മുടെ
ഗുരു പരമ്പരകൾ നമുക്ക് സമ്മാനിച്ച എല്ലാ പൈതൃകവും അവർക്ക് നൽകിക്കൊണ്ട് നമുക്ക് അവരെ ജീവിതത്തിൻ്റെ പടിക്കെട്ടുകൾ കയ്യിൽ പിടിച്ചുയർത്താം. അതിനായി എല്ലാവർക്കും ശക്തി ഉണ്ടാകട്ടെ എന്ന് മാത്രം ഞാൻ ആഗ്രഹിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. രക്ഷകർത്താക്കൾ മിണ്ടണില്ല കേട്ടോ. പരസ്പരം വർത്തമാനം പറയാത്ത സമൂഹമാണ് നാടിനകത്ത്. വീട്ടിൽ നമ്മൾ മൗനികളായപ്പോഴാണ് നാട്ടിൽ നമ്മുടെ മക്കൾ വാചാലമായത്. അതുകൊണ്ടാണ് നാട്ടിൽ പ്രശ്നങ്ങൾ കൂടി വരുന്നത്. അവർക്ക് എവിടെയും സംസാരിക്കാൻ ഇടം കൊടുക്കുക, നമ്മൾ തന്നെ അവരോട് സംസാരിക്കുക. നമ്മളാണ് അവർക്ക് ഗുരു, നമ്മളാണ് അവർക്ക് വഴികാട്ടികൾ. സ്നേഹം കൂടെ കൈയടിച്ച് പാടാൻ ശ്രമിച്ചാൽ നന്നായിരിക്കും. പാടാൻ അറിയാത്തവരല്ല ഇരിക്കുന്നത്, എനിക്ക് കണ്ടാലറിയാം. ഉണ്ണിയെ കണ്ടാലറിയാം, ഊരിലെ പഞ്ഞെന്ന് പോലെ. എല്ലാവരും ചിരിച്ചോട്ടോ, ചിരിച്ചോ. ചിരിക്കാനൊന്നും മറക്കരുത്. കരയും ചെയ്തോട്ടെ കുട്ടികൾ കരയട്ടെ, വലിയൊരു ചിരിക്കട്ടെ. അങ്ങനെ ചിരി പടർത്താൻ നമുക്ക് സാധിക്കട്ടെ. വേതാളമേറിയാടുക ദേവിയേ, അരമകളാടി ഉലഞ്ഞാടി വൈക വൈക തമ്പുരാട്ടേ. ഏതാണ് പാട്ട്? ഏതാ? കൂടെ പാടുവാ? അല്ലാതെ എൻ്റെ മുഖത്ത് പോയി കാളി നോക്കണമായിരുന്നു, നോക്കിയിട്ട് ഒരു കാര്യമില്ല. എന്നെ ദഹിപ്പിച്ചിട്ട് ഒന്നും കിട്ടാല്ലേ. അങ്ങക്ക് കൂടെ പാടി കേട്ടാ? ഓക്കെ. സാധാരണ ഞങ്ങൾ ഈ സരസ്വതി വിദ്യാമന്ദിരത്തിൻ്റെ കൊലായിൽ ഞങ്ങൾ ഇടയ്ക്ക് ഇങ്ങനെ കൂടിയിട്ടുണ്ടായിരുന്നു. ആ സമയങ്ങളിലൊക്കെ ഈ ചേച്ചിമാരിങ്ങനെ മാറിയിരിക്കുന്ന പോലെ എന്നല്ല, അവരുടെ പാട്ടും അവരുടെ ഡാൻസൊക്കെ ഇന്നും മനസ്സിലുണ്ട്. ആടുപാമ്പെ പാടേണ്ട മാത്രം ഓർമ്മയുള്ളൂ, പിന്നെ മുഴുവൻ ആട്ടമായിരുന്നു അവിടെ. സ്നേഹം. ഓക്കെ. കരിങ്കാളിയല്ലേ കൊടുങ്ങല്ലൂരു വാഴണ പെണ്ണാള്, കൊടുവാളെടുത്ത് ചുടുതാരിക ചോരയിൽ നീരാട്. കരിങ്കാളിയല്ലേ കൊടുങ്ങല്ലൂരു വാഴണ പെണ്ണാള്, കൊടുവാളെടുത്ത് ചുടുതാരിക ചോരയിൽ നീരാട്. എരിവെറ്റിയ വറ്റൽ മുളകോ പിന്നെ നിൻ മനസ്സ്, ജട കെട്ടിയ കാർമുടിക്കെന്തിന് മുല്ലപ്പൂ മലര്. കല്ലി തുള്ളിയ കാളിതൻ കാലിൽ തങ്ക പൊൻചിലമ്പ്, തുടി കൊട്ടിയ പാണന്റെ പാട്ടിൽ അമ്മേ നീയടങ്ങ്. കരിങ്കാളിയല്ലേ കൊടുങ്ങല്ലൂരു വാഴണ പെണ്ണാള്, കൊടുവാളെടുത്ത് ചുടുതാരിക ചോരയിൽ നീരാട്. ദിക്കുകൾ നാലട്ടും പൊട്ടിയടരും പടക്കൊപ്പുകൾ കൂടുന്നേ. ഈ കലികാലത്തിൽ പോർക്കലി തീർപ്പാൻ ശ്രീനർക്കലി നീ വേണം. തുടി താളത്തിലാടിയ താതന്നെ ശ്രീമകളെ ശ്രീ കുറുമ്പേ, തുടി താളത്തിലാടിയ താതന്നെ ശ്രീമറുകളെ ശ്രീ കുറുമ്പേ. കരിങ്കാളിയല്ലേ കൊടുങ്ങല്ലൂരു വാഴണ പെണ്ണാള്, കൊടുവാളെടുത്ത് ചുടുതാരിക ചോരയിൽ നീരാട്. കരിങ്കാളിയല്ലേ കൊടുങ്ങല്ലൂരു വാഴണ പെണ്ണാള്, കൊടുവാളെടുത്ത് ചുടുതാരിക ചോരയിൽ നീരാട്. വരിനെല്ലെറിഞ്ഞ് പനമ്പായിലുണക്കിട്ടാറ്റുമ്പോൾ രണഭൂതലത്തിൽ കൊടും വൈരിയെ കാലനറിഞ്ഞോളെ. പദമുന്നിയ നാട്യവിലാസം പകയോടെ നീ ആടി കലാശം, വലങ്കാൽ ചിലമ്പൂരി ഉടച്ചിട്ട് തെക്കോട്ട് പോന്നോളെ. മുടിയാടി കാവിലെ ദേവിക്കു കാന്തി പകർന്നോളെ. കരിങ്കാളിയല്ലേ കൊടുങ്ങല്ലൂരു വാഴണ പെണ്ണാള്, കൊടുവാളെടുത്ത് ചുടുതാരിക ചോരയിൽ നീരാട്. ഇതുപോലൊരു പെൺമണി വേണം, മകളായവൾ വന്നിറങ്ങണം. നെറികേടുകൾ വെട്ടിയെറിഞ്ഞവൾ ആടിത്തെളിയേണം. നെടുനായകിയായവൾ നാടിനു കൺമണിയാകേണം. ഇതുപോലൊരു പെൺമണി വേണം, മകളായവൾ വന്നിറങ്ങണം. നെറികേടുകൾ വെട്ടിയെറിഞ്ഞവൾ ആടിത്തെളിയേണം. നെടുനായകിയായവൾ നാടിനു കൺമണിയാകേണം. കരിങ്കാളിയല്ലേ കൊടുങ്ങല്ലൂരു വാഴണ പെണ്ണാള്, കൊടുവാളെടുത്ത് ചുടുതാരിക ചോരയിൽ നീരാട്.
കരിങ്കാളിയല്ലേ കൊടുങ്ങല്ലൂരു വാഴണ പെണ്ണാണ്. കൊടുവാളെടുത്ത് ചുടുതാരിക ചോരയിൽ നീരാട്. നന്ദനന്ദന ഗോവിന്ദ നന്ദജപാല നാരായണ ഗോവിന്ദ നന്ദകിശോര. ഉണ്ണിക്കണ്ണ നിന്നെ കാണാൻ കാർമുകിലിൻ ചേലഴക്. പീലിയുണ്ടേ മാലയുണ്ടേ പുഞ്ചിരിയോ നൂറഴക്. നറുപുഞ്ചിരിയോ നൂറഴക്. നറുപുഞ്ചിരിയോ നൂറഴക്. നറുപുഞ്ചിരിയോ നൂറഴക്. ഉണ്ണിക്കണ്ണൻ മനസ്സിൽ കളിക്കുമ്പോൾ ഇപ്പം നാടൻ പാട്ടില് ഒരിക്കൽ കൂടി നമ്മുടെ ഒരു മര്യാദ, നമ്മുടെ നാടിൻ്റെ പൈതൃകത്തിൻ്റെ ഒരു അടയാളമാണ് ഇത്തരം പാട്ടുകൾ. അത്തരം പാട്ടുകളെ തേടി അലഞ്ഞതുകൊണ്ടാണ് ഈ മേഖലയിൽ കുറേ കാർക്കോടകന്മാരെ ഈ ലോകത്തേക്ക് കൊണ്ടുവരാൻ പറ്റി എന്നുള്ളതാണ് എൻ്റെ ഒരു നിയോഗം. അതിൽ വിഷമുള്ളത് ഐറ്റമുണ്ട്, വിഷമില്ലാത്ത ഐറ്റമുണ്ട്. 2 ഐറ്റങ്ങളെ ഈ രംഗത്തേക്ക് കൊണ്ടുവന്നതാണ് ആ മേഖലയിൽ എനിക്ക് കുറച്ചുകൂടെ വിശാലമായി പ്രവർത്തിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. തന്നെയല്ല, ഈ മേഖലയിൽ യാത്ര ചെയ്തപ്പോൾ കണ്ട അത്ഭുതങ്ങളെല്ലാം പാടിയും പറഞ്ഞും ഓരോ അരങ്ങിലേക്ക് ചേക്കേറി മുന്നേറുമ്പോൾ അനീഷ് മണ്ണാർക്കാട് എന്ന പേര് തന്നെയാണ് പലപ്പോഴും ഞാൻ സ്വീകരിച്ചിട്ടുള്ളത്, പ്രയോഗിക്കുന്നത് അതുതന്നെയാണ്. അതുകൊണ്ട് നിങ്ങളോടൊപ്പം ഇന്ന് ഞാൻ പങ്കുവയ്ക്കുന്നത് നാടൻ പാട്ടുകളാണ്. കാരണം അതിനാണ് ഞാൻ ഇപ്പോൾ തൽക്കാലം ശ്രദ്ധിക്കുന്നത്. കാരണം ഇത് നാടൻ പാട്ട് എന്ന് പറയുമ്പോൾ സംഘമായിട്ട് അവതരിപ്പിക്കേണ്ടതാണ്. നാടൻ പാട്ടിൻ്റെ സ്വഭാവം എന്താണ്? സംഘമാണ്. ഞാൻ എന്നല്ല, മറിച്ച് നമ്മളെന്ന് പറയുന്നിടത്താണ് നാടൻ പാട്ടുകളെ, അല്ലെങ്കിൽ നമ്മുടെ പൈതൃക കലകളെല്ലാം അങ്ങനെയാണ്, നമ്മുടേത് എന്ന് പറയുന്നതാണ്. അതുകൊണ്ട് തന്നെ ആ സ്നേഹത്തോടെ ആ പാട്ടുകളെ കൂട്ടി പാടാൻ ശ്രമിക്കുകയാണ്. കേൾക്കണോ? 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 കേൾക്കണോ പ്രിയ കൂട്ടരെ, അവൾ കൊഞ്ചി പറഞ്ഞ കഥ, അവൾ തഞ്ചി കൊഞ്ചി പറഞ്ഞ കഥ. കൈയടിച്ച് കൂടെ നിൽക്കണേ. പാട്ട് കഴിഞ്ഞിട്ട് കൈയടിക്കണം എന്നൊന്നുമില്ല, കൂടെ കൈയടിച്ചാൽ കഴിഞ്ഞിട്ട് കൈയടിച്ചിട്ടില്ലെങ്കിൽ വിരോധമില്ല, പക്ഷെ കൂടെ കൈയടിച്ച് പോകാം. കൈയടിച്ചാൽ സൗന്ദര്യം കൂടും ഞാൻ പലയിടത്തും പറയാറുണ്ട്. ഇവിടെ കുറെ സുന്ദരിമാരും സുന്ദരന്മാരും മുമ്പിൽ ഇരിക്കണോണ്ട് ഞാൻ തൽക്കാലം ഇനിയിപ്പോ നിങ്ങൾ സുന്ദരന്മാരും സുന്ദരികളായിട്ട് എൻ്റെ ഉള്ള സ്ഥാനമൊക്കെ പോകണ്ട വെച്ചിട്ട് അതങ്ങനെയാണ്. അപ്പോൾ കുറച്ച് കാലമായിട്ട് ഞാൻ അങ്ങനെയാണ് എൻ്റെ കാര്യം കൂടെ നോക്കാൻ തുടങ്ങി, എന്തായാലും 2025 തുടങ്ങിയപ്പോൾ. അപ്പോൾ എന്തായാലും നമുക്ക് കൂടെ കൈയടിച്ച് നിങ്ങൾ പാടുക. സ്നേഹം, ശ്രവണം, കീർത്തനം, സ്മരണം, ഞാൻ പറഞ്ഞത് അതാണ്. അവസാനാണ് ആത്മനിവേദനം, 9ാമത്തെ ഭക്തി. അതിൽ ലയിക്കാം. ലയിക്കുന്നതിന് മുമ്പ് നമുക്ക് ആദ്യ പടി എന്ന നിലയിൽ കേൾക്കാൻ പാടാം. സ്നേഹം. കേൾക്കണോ പ്രിയ കൂട്ടരെ, അവൾ കൊഞ്ചി പറഞ്ഞ കഥ, അവൾ തഞ്ചി കൊഞ്ചി പറഞ്ഞ കഥ. കേൾക്കണോ പ്രിയ കൂട്ടരെ, അവൾ കൊഞ്ചി പറഞ്ഞ കഥ, അവൾ തഞ്ചി കൊഞ്ചി പറഞ്ഞ കഥ. തുഞ്ചൽ പറമ്പിൽ നിന്നും ഒരു പഞ്ചവർണ്ണ കിളി പറന്നേ, തുഞ്ചൽ പറമ്പിൽ നിന്നും ഒരു പഞ്ചവർണ്ണ കിളി പറന്നേ. കേൾക്കണോ പ്രിയ കൂട്ടരെ, അവൾ കൊഞ്ചി പറഞ്ഞ കഥ, അവൾ തഞ്ചി കൊഞ്ചി പറഞ്ഞ കഥ. കൊച്ചി കണ്ട് കൊട്ട കണ്ട് കൊച്ചിയിൽ അഴിമുഖം കണ്ടേ, ഒരു കൊച്ചിക്കാരി പെണ്ണിനെ കണ്ടേ. കൊച്ചി കണ്ട് കൊട്ട കണ്ട് കൊച്ചിയിൽ അഴിമുഖം കണ്ടേ, ഒരു കൊച്ചിക്കാരി പെണ്ണിനെ കണ്ടേ. കേൾക്കണോ പ്രിയ കൂട്ടരെ, അവൾ കൊഞ്ചി പറഞ്ഞ കഥ, അവൾ തഞ്ചി കൊഞ്ചി പറഞ്ഞ കഥ. കേൾക്കണോ പ്രിയ കൂട്ടരെ, അവൾ കൊഞ്ചി പറഞ്ഞ കഥ, അവൾ തഞ്ചി കൊഞ്ചി പറഞ്ഞ കഥ. അതുഞ്ചൽ പറമ്പിൽ നിന്നും ഒരു പഞ്ചവർണ്ണ കിളി പറന്നേ, അതുഞ്ചൽ പറമ്പിൽ നിന്നും ഒരു പഞ്ചവർണ്ണ കിളി പറന്നേ. കേൾക്കണോ പ്രിയ കൂട്ടരെ, അവൾ കൊഞ്ചി പറഞ്ഞ കഥ, അവൾ തഞ്ചി കൊഞ്ചി പറഞ്ഞ കഥ. കേൾക്കണോ പ്രിയ കൂട്ടരെ, അവൾ
കൊഞ്ചി പറഞ്ഞ കഥ, അവള് തഞ്ചി കൊഞ്ചി പറഞ്ഞ കഥ കേൾക്കണോ പ്രിയ കൂട്ടരെ, അവള് കൊഞ്ചി പറഞ്ഞ കഥ, അവള് തഞ്ചി കൊഞ്ചി പറഞ്ഞ കഥ. ഇനിയും ധാരാളം കൂട്ടുകാരുടെ അവതരണങ്ങളുണ്ട്. അവരുടെ രക്ഷകർത്താക്കൾ അവരുടെ അവതരണങ്ങൾ കാണാൻ കാത്തിരിക്കുക. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഇത്തരം സർഗാത്മക ഇടങ്ങളെല്ലാം അവർക്ക് പകരുക. അവരുടെ ഉള്ളിലെ മൃഗീയമല്ല പൈശാചികത മുഴുവൻ നഷ്ടപ്പെടുത്തി അവർക്ക് മനുഷ്യനാവാൻ, യഥാർത്ഥ മനുഷ്യനാവാൻ അവർക്ക് സാധിക്കട്ടെ. സ്മരണയുള്ള, ആത്മസമർപ്പണമുള്ള, സമൂഹത്തോടും ഈ കാണുന്ന നമ്മുടെ രാഷ്ട്രത്തോടും പ്രതിബദ്ധതയുള്ള ഒരു സമൂഹമായി അവർക്ക് ജീവിക്കാൻ, അവർക്ക് സർഗാത്മകമായ ചിന്തകൾ ഉടലെടുക്കാൻ അവർക്ക് സാധിക്കട്ടെ എന്ന് മാത്രം ഞാൻ ഒരിക്കൽ കൂടി ആശംസിച്ചുകൊണ്ട് ഇനി വീണ്ടും എവിടെയെങ്കിലും വെച്ചൊക്കെ കാണാം എന്ന് മാത്രം അറിയിച്ചുകൊണ്ട് പങ്കുവെച്ചുകൊണ്ട് ഈ മനോഹരമായ പ്രൗഢഗംഭീരമായ അരങ്ങിലേക്ക് എന്നെ ക്ഷണിച്ച ലക്ഷ്മി നാരായണ വിദ്യാനിമന്ദിരത്തിൻ്റെ സമാരാധ്യരായിട്ടുള്ള മുഴുവൻ പ്രവർത്തകരോടും അധ്യാപകരോടും പ്രത്യേകിച്ച് സജീവേട്ടൻ ഉൾപ്പെടെയുള്ളവരോട് എൻ്റെ സ്നേഹം അറിയിക്കുന്നു.